ഹേ ഗൈസ്, ഹോപ്പ് എവ്രി വൺ ഈസ് ഗുഡ്. ഞാനിപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ 4:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ 3:57, 4 മണിയായി. ഇപ്പോഴും നമ്മൾ കുറച്ച് സാധനങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം ഞാൻ വളരെ ഓപ്പണായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലാസ്റ്റ് ഞാനിട്ട ആ വീഡിയോ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആ ഒരു ഡിപ്രഷനെ കുറിച്ചിട്ട് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്ത ആ പുള്ളിയെ മെൻഷൻ ചെയ്ത പേരുകളും അതുപോലെ തന്നെ പുള്ളിയെ ഞാൻ റിയാക്ട് ചെയ്ത രീതി ഭയങ്കര ഒഫൻസീവായിട്ട് കുറേ ആളുകൾക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി ഇങ്ങനൊരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡിപ്രസീവായിട്ടുള്ള എൻവയൺമെൻറ്റിൽ വളർന്നു വന്ന ഒരാളും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഇത് ഓവർകം ചെയ്ത് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ ഇമോഷൻസ് ആണ് ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്തത്. ദാറ്റ് വാസ് മീ, കംപ്ലീറ്റ്ലി ദാറ്റ് വാസ് മീ. അത് ഞാൻ ഒരിക്കലും അയാൾക്ക് വിഷമവും അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല. ഞാൻ വളരെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, വളരെ റഫ് ആൻഡ് റോ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതും റോ ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഈ ചാനൽ കൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കേണ്ട അങ്ങനെ ഒരു ഉദ്ദേശവും. എനിക്ക് എൻ്റെ തോട്ട്സും എൻ്റെ കാര്യങ്ങളും എൻ്റെ ഐഡിയാസും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു വളരെ കോറായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്തത് കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ ഞാൻ സഫർ ചെയ്തതൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ടും മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടും ഞാൻ എക്സ്പ്രസ് ചെയ്തതാണ്. ബട്ട് അതൊരു ജസ്റ്റിഫിക്കേഷനേ അല്ല. ഞാൻ ചെയ്തത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, ഈവൻ ആ വീഡിയോ ഇട്ട ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു മിസ്റ്റേക്കാണ്. ഞാനതിന് വളരെ താഴ്മയായും മാപ്പ് ചോദിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ആ വീഡിയോ വിട്ടതിന് ശേഷം എനിക്ക് കുറേ ഇൻസ്റ്റഗ്രാം മെസ്സേജുകൾ വന്നു. എല്ലാവരും എന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ, നിങ്ങൾക്ക് ബ്രോയുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു വന്നു. കംപ്ലീറ്റ്ലി ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാം, ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ. കാരണം ഞാനും എൻ്റെ ഇൻസെക്യൂരിറ്റീസും എൻ്റെ ട്രോമാസും എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ നല്ല രീതിക്ക് ആക്കാമെന്ന് നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാനും കംപ്ലീറ്റ്ലി മെൻ്റൽ ഹെൽത്തിൽ ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ഒരാളൊന്നുമല്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസസ് എനിക്ക് ഷെയർ ചെയ്യുന്നതിൽ പ്രശ്നമില്ലാന്നേ ഉള്ളൂ. അത് ഞാൻ ആദ്യം തന്നെ പറയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ അങ്ങനെ ഒരു തോട്ടിൽ കാണണ്ട. കാരണം നിങ്ങൾ അങ്ങനെ ഒരു ഇമേജ് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനും എൻ്റെ റോ ആയിട്ടുള്ള, അത് ഞാൻ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതാണ് മിസ്റ്റേക്ക്, ഞാൻ പണി കിട്ടുന്നത്, ഞാൻ സക്സസ്ഫുൾ ആവുന്നതാണ് സക്സസ്ഫുൾ, എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിൽ അച്ചീവ്മെൻറ്റ്സ്, അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്പേസാണ്. നാളെ എനിക്ക് എന്തെങ്കിലും ഒരു മെൻ്റലി ഞാൻ ഓക്കെ അല്ലാത്ത സമയത്ത് ഞാൻ ഒബ്വിയസ്ലി നിങ്ങളടുത്ത് വന്ന് അത് ഷെയർ ചെയ്യും. അത് മെൻ്റലി ഓക്കെ അല്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ സമയം നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. ഇയാളെയാണ് ഞാൻ ഇത്രയും നാൾ ഇൻസ്പയർഡ് ആയിട്ട് കണ്ടത്, പക്ഷേ ഇയാൾ ഇതാ വന്നിരുന്ന് വിഷമം പറയുന്നു. സോ ഡോണ്ട് ഡു ദാറ്റ്. ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ യു ക്യാൻ follow up and inspire from. I'm not the one. I'm not at all the one. I'm not at all the right person to get inspired. ഓക്കെ, അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഞാൻ നിങ്ങളെപ്പോലെ മിസ്റ്റേക്കുകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ള, ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള, ഒരുപാട് ആഗ്രഹങ്ങളുള്ള, ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നുള്ള, ഒരുപാട് സക്സസ്ഫുൾ ആകണമെന്നുള്ള, ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മെൻറ്റാലിറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നോർമലായിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ്. ഞാൻ ഒരിക്കലും പൈസ എന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിട്ടില്ല. പക്ഷേ പോയപ്പോഴെല്ലാം എനിക്ക് വലിയ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഓപ്പണായിട്ട് പറയാലോ, ഈ റിലേഷൻഷിപ്പ് അഡ്വൈസുകൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കില്ല. അതൊന്നും കേൾക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആൾ, അവരുടെ ക്യാരക്ടർ ഭയങ്കര യുണീക്കാണ്, ഭയങ്കര ഇൻഡിവിജ്വലി വളരെ യുണീക്കായിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്. വളരെ യുണീക്കായിട്ടുള്ള മനുഷ്യരാണ് അവരെല്ലാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യും പോലെ ആയിരിക്കില്ല. അവർ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ സൈലൻ്റ് ആവുന്ന ഒരാളായിരിക്കും, ചിലർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. സോ ഞാൻ പറയുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പ് അഡ്വൈസ് ഒന്നും എടുക്കാതെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ ഓപ്പോസിറ്റുള്ള ആളെ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതോ ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റുള്ള ഒരാളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളൊന്നും അല്ലടേ. എന്നെക്കൊണ്ട് ഇന്നേ വരെ പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ബ്ലെയിമും അതാ. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല, നിനക്കിതുവരെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഐ എം സോ ബാഡ് അറ്റ് ദാറ്റ്.
ഐ എം സോ ബാഡ് അറ്റ് റിലേഷൻഷിപ്സ്. ഞാൻ ഒന്നിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ തലയിലെടുത്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ റിലേഷൻഷിപ്പിന് പട്ടി വില കൊടുക്കുള്ളൂ. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ എടുക്കുക. നിങ്ങൾ നാട്ടുകാർ പറയുന്നത് വേറൊരാളുടെ അഡ്വൈസ് എടുക്കാതിരിക്കുക. വേറൊരാൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നിലും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കും. ഞാനൊക്കെ ഇഷ്ടം പോലെ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുമുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു പാഠം പഠിച്ച് നന്നാവാൻ നോക്കുക, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. പിന്നെ ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കുക. കാരണം എൻ്റെയൊക്കെ പ്രശ്നം ഒരു റിലേഷൻഷിപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അത് ചിലപ്പോൾ എൻ്റെ കൈവിട്ട് പോയി എന്നെ ചില ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതെൻ്റെ കൈവിട്ട രീതിയിലേക്ക് പോകാറൊക്കെ ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളത് മനസ്സിലാക്കാനും ഞാൻ ഇമ്പ്രൂവ് ആവാനും ശ്രമിക്കുക, മനസ്സുകൊണ്ട് ശ്രമിക്കുക. പിന്നെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദെയർ ലോസ്, അത്രയും മാത്രം വിചാരിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാനും ഈ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എയിമിന് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. നിങ്ങൾ അത്രയും മോട്ടിവേറ്റഡ് ആയിരിക്കണം, അത്രയും കോറിൽ നിന്ന് നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരിക്കണം. ഐ വാണ്ട് ടു ഡു ദിസ്, ഐ വാണ്ട് ടു അച്ചീവ് സംതിങ്. ബട്ട് അങ്ങനെ ഒരു ആഗ്രഹമുള്ളപ്പോൾ 24 മണിക്കൂർ നിങ്ങൾ ഒരേ മൂഡിലും ഒരേ ഡോപ്പമീനിലും നിൽക്കില്ല. നിങ്ങൾ ചില സമയത്ത് ഡൗൺ ആവുന്ന മൊമെൻറ്റുകളുണ്ടാവും, ചില സമയത്ത് നിങ്ങൾക്ക് ഒരു തേങ്ങയും തലയ്ക്കകത്ത് വരാത്ത രീതിയിലുണ്ടാവും. സോ അതൊക്കെ പാർട്ട് ഓഫ് ലൈഫായിട്ട് എടുക്കുക. ഗോ ഈസി ഓൺ യുവർ സെൽഫ്. ഞാൻ ഇങ്ങനത്തെ ഈ ടോപ്പിക്കുള്ളത് ഞാൻ അധികം സംസാരിക്കാതെ, കാരണം ഞാനത് സംസാരിക്കാനായിട്ട് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരാളല്ല. ഞാനത് സംസാരിക്കാൻ തക്കതായ ഒരു പേഴ്സൺ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ യെസ്, ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് അറിയാം. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറേ മണ്ടത്തരങ്ങളും മിസ്റ്റേക്സും എൻ്റെ തലയ്ക്കകത്തോട്ട് കയറി വന്ന്. ഓക്കെ, ബൈ.